ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന LGSന്റെ 4ാം ഘട്ട പരീക്ഷ, അതായത് അവസാന ഘട്ട പരീക്ഷയായിരുന്നു LGSന്റെ. ഇതോടെ LGSന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ LGSന്റെ 4ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ചോദ്യങ്ങൾ ആ രീതിയിലാണ്. മറ്റു പരീക്ഷ, അതായത് ഇതുവരെ നടന്ന 3 ഘട്ട പരീക്ഷകളെ അപേക്ഷിച്ചാണ്. ഇന്ന് എഴുതിയവർക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സും ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നാലും അത് പൊതുവെ ഒരു ഈസിയായ പരീക്ഷ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചോദ്യങ്ങളുടെ പാറ്റേണും മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെ പലതും കടന്നു വന്നതും പാഠപുസ്തകത്തിൽ ഒട്ടനവധി ചോദ്യങ്ങൾ കടന്നു വന്നതൊക്കെ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷ തന്നെയാണ്. കട്ട് ഓഫ് കുറച്ച് കൂടാം. ഇനി ഈ ഘട്ടക്കാരാണ് ഏറ്റവും പേടിക്കേണ്ട ഘട്ടക്കാരെന്ന് പറയുന്നത്. അതായത് ഏറ്റവും എളുപ്പ പരീക്ഷ നടന്ന ആളുകൾ എന്താണ്, പേടിക്കേണ്ട ഘട്ടക്കാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ ജില്ലക്കായതുകൊണ്ടും കട്ട് ഓഫ് ചിലപ്പോൾ കൂടാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടി വരും. ഈ എഴുതിയ ജില്ലക്കാര് കട്ട് ഓഫ് കൂടേണ്ടി സാധ്യത ചിലപ്പോൾ കാണേണ്ടി വരുമെന്ന് വേണം നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. അത് ഓപ്ഷൻ ഡി 1931. നമ്മൾ ഉഗുനി 30, 31, 32 വട്ടം എന്ന് പറഞ്ഞ് പണ്ടൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലുള്ള ഒരു കോഡാണ് ഉഗുനി 30, 31, 32. എന്താണ്? ഉപ്പ് സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. ഈ വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32 കാലഘട്ടങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ. അങ്ങനെയാണ് ആ ഒരു കോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉഗുനി 30, 31, 32 വട്ടം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതില് 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഉപ്പ് സത്യാഗ്രഹമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്, നിവർത്തന പ്രക്ഷോഭം, പിന്നെ വട്ടമേശ സമ്മേളനം 30, 31, 32. അപ്പൊ അത് തന്നെ 31 ഗുരുവായൂർ സത്യാഗ്രഹം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? എല്ലാവർക്കും അറിയാം, പാഠപുസ്തകത്തിലുള്ളതാണ്. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത 3 മുൻവർഷ ചോദ്യങ്ങളിൽ ഒരുപാട് കടന്നു വന്ന ഒരു ചോദ്യം തന്നെയാണ്. മൂന്നാമത്തത് എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഇതില് റൗലത്ത് നിയമമാണ്. ഏതാണ്? റൗലത്ത് നിയമം. മറ്റൊന്ന്, ചോദ്യം കൃത്യമായി വായിച്ച ഉത്തരം കിട്ടും. കൃത്യമായി തന്നെ വായിക്കണം എല്ലാത്തിൻ്റെയും. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ HRA പാഠപുസ്തകത്തിലുള്ളതാണ്. ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ബന്ധമില്ലാത്തതാരാണ്? ഉദ്ധം സിംഗ് ആണ്. ആരാണ്? ഉദ്ധം സിംഗ്. ബാക്കി 3 പേർക്ക് ഇവിടെ ബന്ധമുണ്ട്. ഇനി ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരാണ്? നമുക്കറിയാം, അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു തുടങ്ങിയ ആളുകളാണ്. അപ്പൊ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരാണ്? അംബേദ്കർ ആണ്. വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങളും വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വരാൻ വേണ്ടി പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്കും നമ്മുടെ 10th മെയിൻസ് പരീക്ഷകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക്? ഇത് നമ്മൾ കൃത്യമായി നോക്കുക. അംബേദ്കർ ഭരണഘടന എഴുതി തയ്യാറാക്കി. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികവും കേൾക്കാത്തത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അപ്പോൾ ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് വാങ്ങാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് PSC പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുക, ഇവിടെ സ്വത്ത് വാങ്ങാനുള്ള അവകാശം മാത്രമാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത്. ബാക്കി നിങ്ങൾ നോക്കുക, സമത്വത്തിനുള്ള അവകാശമുണ്ട്, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 അത് പറയുന്നില്ലേ? അപ്പൊ അത് മൗലികാവകാശങ്ങളിൽ പെടുന്നവയല്ലേ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം ആ ചോദ്യം ഡിലീറ്റ് ചെയ്യോ ഇല്ലയോ എന്ന്. അപ്പൊ ഇതും വേണമെങ്കിൽ ഉത്തരങ്ങളായി പരിഗണിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ PSC പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം അത് ചിലപ്പോൾ മാറാം. ഇനി അടുത്തത്,
നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഏത് കോടതിയിലാണ് സമീപിക്കേണ്ടതെന്നാണ്. അത് ഒരു കോടതിയും സമീപിക്കാനാവില്ല എന്നതാണ്. അതായത് നിർദ്ദേശക തത്വങ്ങൾ ഒരു കോടതിയും സമീപിച്ച് നടപ്പാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനി 9, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അത് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറുത് അമേരിക്കയുടെയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഉത്തരം ഇന്ത്യയാണ്. മറ്റൊന്ന്, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? നമ്മുടെ നിയമസഭയുടെ ചുമതല എന്താണ്? പാർലമെന്റിന്റെ ചുമതല എന്താണ്? കൃത്യമായി തന്നെ പഠിച്ചു നോക്കണം. എന്താണ്? നിയമ നിർമ്മാണമാണ്. നിയമ നിർമ്മാണം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. ഏതാണ് ഇതില്? എ ആണ് ബന്ധമില്ലാത്ത. കാരണം ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആലുവയുമായി ബന്ധം. എന്നാൽ ആലുവ മണപ്പുറത്താണോ? അല്ലല്ലോ, അരുവിപ്പുറത്താണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. എവിടെയാണ്? അരുവിപ്പുറത്താണ് 1888 എന്ത് ചെയ്യുന്നത്? ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. ഞാനിതാ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞ ആ ഒരു സമയമില്ലേ, അത് പിന്നെ അരുവിപ്പുറത്താണ്. അപ്പൊ ഉത്തരം എ ആണ് ഇവിടെ ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. 13, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലം മുൻപ് പ്രീവിയസ് ആയി വന്നിട്ടുണ്ട്. ഉത്തരം വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. മറ്റൊന്ന്, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര്? സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം. അടുത്തത്, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? സംശയിക്കരുത്, രാമകൃഷ്ണപിള്ള എഡിറ്റർ ആയിരുന്നു. പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. എല്ലാം പാഠപുസ്തകമാണ്. മറ്റൊന്ന്, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. ആദ്യമായിട്ട് ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ചോദിച്ചാൽ ബ്രസീൽ ആരാധകർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ബ്രസീലാണ്. ബ്രസീൽ. കണ്ട, കറണ്ട് അഫയേഴ്സ് വന്നതാണത്. ഇനി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു രീതി നിങ്ങൾ നോക്കുക. ഇനി ഇത്തരത്തിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കേണ്ട ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? അപ്പൊ നിലവിലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസാനായകയാണ്. അനുരകുമാര ദിസാനായകയാണ്. ഇടതുപക്ഷത്തിന്റെ തീവ്രമായ ഒരു വക്താവ് കൂടിയായ അനുരകുമാര ദിസാനായകയാണ് പുതിയ ശ്രീലങ്കയിലെ പ്രസിഡന്റ്. എന്നാൽ ചോദ്യം എന്താണ്? ഈ പ്രസിഡന്റിന് തൊട്ടു മുൻപ് ആരായിരുന്നു ആ പദവിയിൽ? ആ പത്രം കൃത്യമായി വായിച്ചു, അല്ലെങ്കിൽ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ച ഒരാൾക്കറിയാം. റെനിൽ വിക്രം സിൻഹെ ആയിരുന്നു തൊട്ടു മുൻപ് പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ ഒരു പത്രം കിട്ടിയാൽ അത് കൃത്യമായി വായിച്ച് അതിൽ നിന്ന് നോട്ടുണ്ടാക്കി പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് പാഠപുസ്തകമാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോനാണ്. മറ്റേത് 19, ചേരുംപടി ചേർക്കുക. എ എന്ന് പറയുന്നിടക്ക ഇരുമ്പുരുക്കുശാലകളും, ബി സഹായം നൽകിയ രാഷ്ട്രങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചേരുംപടി ചേർത്ത് കറക്റ്റ് ഏതാണെന്ന് നോക്കുക. എ ബിലായി, ബി ബൊക്കാറോ, സി റൂർക്കേല, ഡി ദുർഗാപൂർ. 1 സോവിയറ്റ് യൂണിയൻ, 2 സോവിയറ്റ് യൂണിയൻ, 3 ജർമ്മനി, 4 ബ്രിട്ടൻ. നോക്കുക, ബിലായി എന്താണ്? സോവിയറ്റ് യൂണിയൻ, ശരിയാണ്. ബൊക്കാറോ റഷ്യ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. എല്ലാം സെയിം ആണ്, ശരിയാണ്. അപ്പൊ ഏതാണ് ഉത്തരം? A1, B2, C ഇത് വരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് 20ാമത്തെ ചോദ്യം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പാഠപുസ്തകത്തിലുള്ളതാണ്. ന്യൂഡൽഹിയാണ് ഉത്തരം. മറ്റൊന്ന്, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986 ആണ്. 1986. മറ്റൊന്ന് 22ാമത്തെ ചോദ്യം എങ്ങനെയാണ്? രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 അതായത് 10ാം ക്ലാസ് +2 ഡിഗ്രി
എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷണറാണ്? അത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ലോക ഫുട്ബോൾ ദിനം എന്നാണ്. നമ്മൾ ഇതുവരെ ഫുട്ബോൾ ദിനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലാവില്ല അല്ലെ? പലരും ഇത് പുതുതായി കേൾക്കുന്നതായിരിക്കാം. കേൾക്കുക, അത് മെയ് 25 ലോക ഫുട്ബോൾ ദിനം മെയ് 25. മറ്റൊരു കറണ്ട് അഫയേഴ്സ്, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണെന്നാണ്. ഏതാണ് തെറ്റ്? ബിയും ഡിയുമാണ് തെറ്റെന്ന് പറയുന്നത്. അക്ഷാംശം 68 ഡിഗ്രി 7 വടക്ക് മുതൽ 97 ഡിഗ്രി 25 വടക്ക് വരെ എന്നതും രേഖാംശം 8 ഡിഗ്രി 4 കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 കിഴക്ക് വരെ എന്നതുമാണ് ഇവിടെ തെറ്റ് എന്ന് പറയുന്നത്. ബാക്കി എയും സിയും എന്താണ്? ശരിയായ വസ്തുതയാണ്. അടുത്തത് 26ാമത്തത്, ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? അത് സിയാച്ചിനാണ്. 27ാമത്തെ ചോദ്യം നോക്കുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതാണ്? ഇവിടെ PSCക്കും ഒരു തെറ്റ് സംഭവിച്ചോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമായിരിക്കും. ചിലപ്പോൾ നോക്കുക, ഇവിടെ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കിഴക്ക് ഭൂട്ടാൻ എന്നതാണ് തെറ്റായിട്ട് പറയുന്നത്. പക്ഷെ അത് തെറ്റായിട്ട് എങ്ങനെ പറയുന്നതാണ് മനസ്സിലാക്കാത്തത്. കാരണം ഇതാണ് എന്ത്? നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അതായത് ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്. ഇവിടെ നമുക്ക് നോക്കുക, ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്? പാകിസ്ഥാൻ വരുന്നുണ്ട്. ഇതാ ഇവിടെ എന്താണ്? ഇവിടെ നേപ്പാള്, ഇവിടെ ഭൂട്ടാൻ, ഇവിടെ ബംഗ്ലാദേശ്, ഇവിടെ മ്യാൻമർ എന്നിങ്ങനെയാണ് വരുന്നത്. നോക്കുക, ഇത് ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? നേപ്പാൾ വരുന്നത്. വടക്കാണ് നേപ്പാൾ എന്നായി പറയുന്നത്. അപ്പൊ ഈ കിഴക്കെന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ? ഇവിടെ കിഴക്ക് ഈ ഒരു ഏരിയയിലാണ്, അവിടെ ഭൂട്ടാൻ വരുന്നത്. അതെങ്ങനെ തെറ്റാകും? കാരണം തെക്ക് കിഴക്കെന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല. ഒന്നുകിൽ ബംഗ്ലാദേശെങ്കിലും കൊടുത്തെങ്കിൽ നമുക്കത് പറയായിരുന്നു. അല്ല, ഭൂട്ടാൻ വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ തെക്ക് കിഴക്കല്ല, ഇതായിരിക്കും ഉത്തരവായിട്ട് വരുന്നത്. ചിലപ്പോൾ ആൻസർ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് അവിടെ കാണാം. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ബി ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭൂട്ടാനാണ് ഇവിടെ തെറ്റായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്? നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിക്കുന്നുണ്ട്, ഉത്തരേന്ത്യൻ സമതലം പഠിക്കുന്നുണ്ട്, തീരസമതലങ്ങളും ദ്വീപുകളും പഠിക്കുന്നുണ്ട്. അവിടെ ഹിമാലയം പഠിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഹിമാലയം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. അല്ലാതെ ഹിമാലയം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു വിഭാഗം ഇല്ല. അപ്പൊ അതാണ് ഒറ്റയാൻ. ഇനി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതാണ്? ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ശരിയാണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി. ഇത് അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. അപ്പൊ അതാണ് തെറ്റെന്ന് പറയുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ശരിയാണ്. അപ്പൊ ഇതിൽ സി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്തത് കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി. അക്ഷാംശം 8 ഡിഗ്രി 18 വടക്കു മുതൽ 12 ഡിഗ്രി 48 വടക്കു വരെ. 2 രേഖാംശം 74 ഡിഗ്രി 52 കിഴക്കു മുതൽ 77 ഡിഗ്രി 22 കിഴക്കു വരെ. 3 ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാടെന്നും ഇടനാട് എന്നും തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ഇത് 3ഉം ശരിയാണ്. അപ്പൊ എല്ലാം ശരി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. എല്ലാം ശരി എന്ന് പറയുന്നതിലേക്ക് എത്താം. മറ്റൊന്ന്, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത നമ്മൾ കേട്ടിട്ടുണ്ടത്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഓക്കെ, ഏതാണപ്പോ? അത് പാലക്കാട് ചുരമാണ്. ആ ഒരു മലമ്പാത എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ് വരിക? ഭാരതപ്പുഴ ഏറ്റവും നീളം കൂടിയതാണ്. ശരിയാണ്. എന്നാൽ പമ്പ രണ്ടാമത് നമുക്ക് പറയാം. കല്ലടയാറും കടലുണ്ടിയും ചാലിയാറുമുണ്ട്. അപ്പൊ എന്താണ് നമ്മളറിയാം? പമ്പ കഴിഞ്ഞ് നമ്മൾ ചാലിയാറും ചാലക്കുടി പുഴയൊക്കെയാണ് പഠിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞാണ് കല്ലടയാറും കടലുണ്ടിയൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എല്ലാം എന്ന് മനസ്സിലാക്കുക. പിന്നെ
പമ്പ, ഭാരതപ്പുഴ, ഇതും തെറ്റാണ്. അപ്പൊ ഇത് മൂന്നും തെറ്റാണെന്ന് മനസ്സിലായ അടുത്ത ഓപ്ഷൻ ഡി ആയിരിക്കും ശരിയെന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ നോക്കാം. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ ശരിയാണ്. ആ രീതിയിലാണ് പോകുന്നത്. ഇത് മൂന്നും ശരിയായ പിന്നെ നമ്മൾ മറ്റേ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഉത്തരം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. നിങ്ങൾ നോക്കുക, മഞ്ചേശ്വരം പുഴ, ഉപ്പളക്കായൽ, ഷിറിയ പുഴ, നെയ്യാർ പുഴ ഒക്കെ നമ്മൾ നെയ്യാർ നദി നമുക്ക് കേട്ടിട്ടുണ്ട്. ഇവിടെ ഉപ്പളപ്പുഴ ഉണ്ടോ എന്ന് സംശയം എനിക്കുണ്ട്. നോക്കുക, അങ്ങനെ ഒരു ഉപ്പള കായൽ പുഴയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്, കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ ഇത് കായലല്ല, ബാക്കിയെല്ലാം നദികളും ഇത് കായലുമാണെങ്കിൽ ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. ഇനി ഇപ്പൊ ഇവര് PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നെയ്യാറാണ്. എനിക്ക് തോന്നുന്നത് വടക്കൻ കേരളത്തിലുള്ള നദികളെ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഉള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലുള്ള കാര്യങ്ങളെ ഒറ്റ ഇതായിട്ട് എടുത്തു. തിരുവനന്തപുരം ഭാഗത്തുള്ള ആ ഒരു നെയ്യാറിനെ മാത്രം ഒറ്റപ്പെട്ടവൻ എന്ന രീതിയിലേക്ക് എടുത്തതാണോ എന്നറിയില്ല. അതെന്തായാലും ഒരു സംശയമുണ്ട്. നെയ്യാറ് ഇനിയിപ്പം പുഴയുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാം. കാരണം വടക്കൻ പ്രദേശവും തെക്കൻ പ്രദേശവും എന്ന രീതിയിൽ തിരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഉത്തരത്തിൽ എത്തിയിട്ടുണ്ടാകുക. ഓക്കെ, അല്ലെങ്കിൽ പുഴ ഇല്ലെങ്കിൽ കായൽ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉത്തരമായി പരിഗണിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഒരു കൺഫ്യൂഷനും വേണ്ട, നാഷണൽ വാട്ടർവേസ് 3 കേരളത്തിലെ നാഷണൽ വാട്ടർവേസ് 3. ഇനി അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ശബരിഗിരി പത്തനംതിട്ടയിലാണ്, പമ്പ ഇടുക്കി പദ്ധതി ഇടുക്കിയിലാണ്, കുറ്റിയാടി പദ്ധതി കോഴിക്കോടാണ്, സിയാൽ പദ്ധതി എറണാകുളം. സിയാൽ എറണാകുളമാണ്, പക്ഷെ സിയാൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇല്ല. സിയാൽ എന്ന് പറഞ്ഞിട്ടൊരു വൈദ്യുത പദ്ധതി ഇല്ല. സിയാൽ എന്നത് എയർപോർട്ടാണ്. സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് സിയാൽ എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? അത് സജി ചെറിയാനാണ്. VN വാസവൻ ആരാണ്? സഹകരണ നമ്മുടെ ദേവസ്വം വകുപ്പൊക്കെ കൈകാര്യം ചെയ്തത് വാസവനാണ്. വനം വകുപ്പ് AK ശശീന്ദ്രൻ, ജലവിഭവമാണ് റോഷി അഗസ്ത്യൻ എന്ന് പറയുന്നത്. കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തത് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം, കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നമ്മൾ പഠിച്ചതാണ്. ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഫ്രീ ആയിട്ട് നൽകിയ ക്ലാസ്സിൽ നിന്നാണ്. ഈ പറഞ്ഞ 37 എണ്ണത്തിൽ ഏകദേശം ഒരു 10-30 എണ്ണവും നമ്മൾ ഫ്രീ ആയിട്ട് നൽകിയ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. ഏക വന്യജീവി സങ്കേതം, വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളുടെയും വാസസ്ഥലം. ഇത് കാണുമ്പോൾ തന്നെ ഉത്തരം എവിടേക്ക് എത്തണം? ചിന്നാറിലേക്ക് പോകണം. എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? നിങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്ത ആളാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന ആരാണ്? ഓരോ വാർഡിന്റെയും മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഗ്രാമസഭയുടെ കൺവീനർ ആരായിരിക്കും? ആ വാർഡിന്റെ മെമ്പർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് അത് എറണാകുളം ജില്ലയിലാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 40 കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ. ഇതിപ്പം കുറെ ദിവസങ്ങൾ നമ്മൾ പത്ര ക്ലിപ്പിംഗ് ആയിട്ട് പോലും തന്ന ഒരു കാര്യമാണ്. കാരണം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിർ ആപ്പാണ്. കതിർ ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്ര ക്ലിപ്പിങ്ങുകൾ കൃത്യമായി സ്പെഷ്യൽ എഡിഷൻ പോലും നമ്മൾ നൽകിയിട്ടുണ്ട്. അത് നോക്കി പഠിച്ച ഒരാൾക്ക് ഈ ഉത്തരം കിട്ടും. 41 ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? പഞ്ചായത്ത് രാജ് രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. രാജീവ് രഞ്ജൻ സിംഗ് എല്ലാവരെയും പഠിച്ചു വെക്കണം. 42 പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. അപ്പൊ നീരജ് ചോപ്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ PSC പരീക്ഷയിൽ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു വെക്കുക. നമ്മൾ ഒരു ക്ലാസ് തരുന്നതായിരിക്കും. അടുത്തത് 89.45 മീറ്റർ ആണ് ഉത്തരം. അടുത്തത് 43 യുണൈറ്റഡ് നേഷൻസ് അഥവാ UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 ഈ സൂചികകൾ കൃത്യമായി പഠിക്കണം. ഒരു ക്ലാസ് നമ്മൾ നൽകുന്നതായിരിക്കും. അടുത്ത 44 ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ബുധനാണ്. മറ്റൊന്ന് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ആൻസർ പ്രകാരം ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഗവ്വാലി എന്നും പറയുന്നു, പക്ഷെ ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം
കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അത് കണ്ടാൽ തന്നെ നമ്മൾ ജവഹർലാൽ നെഹ്റുവിലേക്ക് അങ്ങ് വരിക. വേറെ ആരും ഈ തന്നിരിക്കുന്ന ഇതുമായി ബന്ധപ്പെടുന്നില്ല. ഇതല്ല ഈ MP നാരായണ മേനോനെ മാത്രമേ നമുക്ക് സംശയം. പക്ഷെ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് സാധ്യതയില്ല എന്ന് തന്നെ കാണുക. അടുത്ത 47, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എല്ലാവർക്കും അറിയാം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. പലർക്കും കൺഫ്യൂഷൻ മാർച്ച് 1 മുതൽ ഏപ്രിൽ 30 വരെയാണോ എന്നാണ്. അല്ല, ഏപ്രിൽ 30 വരെയല്ല, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്തത് പാഠപുസ്തകം. അതൊക്കെ പാഠപുസ്തകത്തിലുള്ളതാണ്. അടുത്തത്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്, ഗാന്ധിജിയുടെ വാക്കുകളാണ്. പാഠപുസ്തകത്തിൽ അങ്ങനെ തന്നെ കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത 49, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം അത് 800 എന്നതാണ്. അദ്ദേഹം 800 വിക്കറ്റുകൾ നേടിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് 800 എന്ന പേര് നൽകിയിരിക്കുന്നത്. അടുത്തത് ലോക അധ്യാപക ദിനം. മറ്റൊന്നും നോക്കാനില്ല, ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്രയാണ്. ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. മറ്റൊന്ന്, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ. ഇതിനു മുമ്പ് ഇന്ത്യ ആയിരുന്നു, ഇപ്പോൾ ബ്രസീലാണ്. അടുത്തത്, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിലും ശരിയായ ഉത്തരം കണ്ടെത്തുക. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ പരീക്ഷയിലും ഇതേ ചോദ്യങ്ങൾ തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ബിയും സിയുമാണ് ശരി എന്നതാണ്. അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര എന്നതും അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി എന്നുള്ളതുമാണ് ശരിയായ ഉത്തരം. 54, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അടക്ക് കൊഴുപ്പിലും BC ജലത്തിലും എന്ന് പഠിച്ചിട്ടുണ്ട്. അടക്ക് കൊഴുപ്പിലും BC ജലത്തിലും. അപ്പൊ BC അല്ലാത്തത് ഏതാണ്? C വരുന്ന ഇതങ്ങ് ഒഴിവാക്കാം, ഇതൊഴിവാക്കാം, പിന്നെ B വരുന്ന ഇത് ഒഴിവാക്കാം. അപ്പൊ ഉത്തരം D എന്ന് പറയുന്ന A ആൻഡ് D ശരി എന്ന രീതിയിലേക്ക് എത്തിപ്പെടും. അടുത്തത്, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. പച്ചമുളക് മുൻപ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ജ്വാലാമുഖിയാണ്. മറ്റൊന്ന്, താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത്. ഫിറമോൺ എന്നത് പാഠപുസ്തകത്തിൽ കൃത്യമായി സയൻസിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, ബോംബിക്കോൾ എന്നതാണ്. ബോംബിക്കോൾ. ഫിറമോണിന് ഉദാഹരണം ബോംബിക്കോൾ. പാഠപുസ്തകം പഠിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അടുത്തത് പാഠപുസ്തകം. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? എക്സിറ്റു സംരക്ഷണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതെല്ലാം പാഠപുസ്തകമാണ്. മറ്റൊന്ന് കറണ്ട് അഫയേഴ്സ്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? വൈദ്യശാസ്ത്ര നൊബേൽ ഏതിനാണ്? COVID-19 ആണ്. COVID-19 ആണ് ഉത്തരം. വളരെ ഈസിയായി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒന്നാണ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗമാണ്. നിപ്പ വൈറസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നിപ്പ വൈറസ്. അടുത്തത്, ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? അത് നമ്മൾ കൃത്യമായി പഠിച്ചാൽ ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? പ്രകീർണനമാണ്. പ്രകീർണനം. മറ്റൊന്ന്, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? പണ്ട് കാലങ്ങളിലെ പരീക്ഷ ചോദിക്കും ഉറുമ്പുമായി ബന്ധപ്പെടുന്ന ആസിഡ് ഏതാണെന്ന്. അത് തന്നെ മറ്റൊരു രീതിയിലുള്ള ചോദ്യമായി വന്നു. അതൊരു എന്താണ്? ഉത്തരം ഫോർമിക് ആസിഡ് ആണ്. ഉത്തരം ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് ഫോർമിക് ആസിഡ് ആണ്. അടുത്തത്, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം വിസരണമാണ്. ഏതാണ്? വിസരണം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചളയുടെ ഘടകം ഏതാണ്? ഓപ്ഷൻ സി, സിങ്ക് ആണ് ഉത്തരം എന്ന് പറയുന്നത്. സിങ്ക്. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച നമ്മുടെ ഡിഗ്രി പരീക്ഷയിൽ നമ്മുടെ LDC പരീക്ഷ ചോദ്യമാണ് വേട്ടക്കാരനുമായി ബന്ധപ്പെട്ട്. അത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണെന്നാണ് ഉത്തരം വേട്ടക്കാരൻ. വേട്ടക്കാരൻ LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശദമായി പരിശീലിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടിയേനെ. അടുത്തത് 65, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലാവോസിയയാണ് ഉത്തരം. മറ്റൊന്ന്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ഒരു സംശയവുമില്ല, ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3. ഇനി 67,
ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മറ്റൊന്നും അറിയില്ലെങ്കിലും എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന് അറിയാമെന്ന് വിചാരിക്കുക. എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ്. അപ്പൊ 2, 3 വരുന്ന ഏത് ഓപ്ഷൻ നോക്കുക, ഇതാ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ 2, 3 വരുന്നത്. അപ്പൊ ആ ഒറ്റ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ക്ഷയം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഇവിടെ തന്നെ TB എന്നുണ്ട്. പിന്നെ എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ് ആണ്, മലമ്പനി പ്ലാസ്മോഡിയം. വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ക്യൂലക്സ് ആണ്. ഏതാണ്? ക്യൂലക്സ്. ഇനി 69, താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്ന വായുവിൽ കൂടി പകരുന്നത് മീസിൽസ് ആണ്. ഏതാണ്? മീസിൽസ് ആണ് ആ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ഇരുമ്പാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. ആരാണ്? എഡ്വേർഡ് ജെന്നർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മറ്റൊന്ന്, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം, അതാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ. അടുത്തത് 73, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. ശരിയാണോ? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ശരിയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ശരി, ക്യാൻസർ എന്നാണുള്ളത്. ക്യാൻസർ എന്നാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ചെറുതൊക്കെ മതി ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. ശരിയാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫ്ലാറ്റി ലിവർ. തെറ്റാണ്. ഇതിൽ 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം എന്ന് പറയും. 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അടുത്ത മറ്റൊരു ചോദ്യം, എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും. ഇനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചത് മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി, അതാണ് ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. ഏതാണ്? അമൃതം ആരോഗ്യം. 77, പലരും തെറ്റിച്ച ഒരു ചോദ്യം ആയിരിക്കും ചിലപ്പോ ഈ 77. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? പലരും PR ശ്രീജേഷ് എഴുതും. നമുക്ക് നോക്കാം, സഞ്ജു സാംസൺ എല്ലാം നമുക്കറിയാം. അപ്പൊ പ്രിയ ശ്രീജേഷ് ആണ് ഹോക്കി എന്ന് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് അത് എഴുതും. എന്നാൽ PR ശ്രീജേഷ് ഇതിന് മുന്നിലത്തെ മത്സരത്തിലായിരുന്നു ക്യാപ്റ്റൻ. ഈ മത്സരത്തിൽ ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് മനസ്സിലാക്കുക. ഹർമൻപ്രീത് സിംഗ്. അടുത്ത 78ാമത്തെ ചോദ്യം, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ആട്ടമാണ്. ആട്ടം നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. മറ്റൊന്ന്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണോ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ്. ജലവുമായി ബന്ധപ്പെടുന്ന ഒന്നുമില്ല. അപ്പൊ ജലത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാവും. ഉത്തരം എത്തും. കാരണം പത്രം വായിച്ച ഒരാൾക്കത് മനസ്സിലാവും. അടുത്തത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എല്ലാവർക്കും അറിയാം, S സോമനാഥ് ആണ്. ആരാണ്? S സോമനാഥ്. അടുത്തത് കണക്കിലേക്കാണ്. 80 GK ചോദ്യങ്ങൾ കഴിഞ്ഞു, GK സയൻസും. അടുത്തത് 81 കണക്ക്. 81ാമത്തെ ചോദ്യം ശരിക്കും ഉത്തരവില്ല, പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം 11 ആണ്. 11. 82ഉം ശരിക്കും ഉത്തരവില്ല, PSCയുടെ ഉത്തരം 7 ആണ്. അതെങ്ങനെ വന്നെന്ന് നോക്കേണ്ടി വരും. 83ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 83ന്റെ ഉത്തരമായി വരുന്നത്. അടുത്ത 84ന്റെ ഉത്തരം എന്ന് പറയുന്നത് 154 എന്നതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. 154. അതുപോലെ 85, 375 എന്ന രീതിയിലേക്കും. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 500 km/h എന്നതിലേക്കും നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. 87 ഓപ്ഷൻ ബി 1408. ഇനി 88ന്റെ ചോദ്യം എന്ന് പറയുന്ന ഓപ്ഷൻ സി 5ലേക്ക് എത്തും. ഓപ്ഷൻ സി 5ലേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത്. അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് ഇവിടെ ഓപ്ഷൻ ബി 16 ആണ്. അതുപോലെ 90ാമത്തത് തുടങ്ങുന്ന പദം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 10 ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്തത് 91 എന്ന് പറയുന്നത് എനിക്കൊന്ന് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. 92ന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 20 ആണ്. 93 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 93 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത സംഖ്യാശ്രേണിയുടെ അടുത്ത പദം എന്ന് പറയുന്നത് 16 ആണ്. 16. ശരിക്കും 95 എന്ന് പറയുന്നത് ഉത്തരം ഇല്ലാത്തതാണ്, പക്ഷെ PSCയുടെ ഉത്തരം 27 ആണ്. PSCയുടെ ഉത്തരം 27 ആണ്. മറ്റൊന്ന് 96ാമത്തെ ചോദ്യം 1 ആണ്. ഓപ്ഷൻ സി 1 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 97ലേക്ക് വന്നാൽ
ഓപ്ഷൻ ഡി 264 ഓപ്ഷൻ ഡി 264. 98 ഓപ്ഷൻ എ ചതുർഭുജമാണ് ഒറ്റയാനായിട്ട് വരുന്നത്. ഇനി 99 എന്ന് പറയുമ്പോൾ എ 19 ഉത്തരം. 19 8ാമത്തെ സ്ഥാനമായിട്ട് വരുന്നത്. 100ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 3 1/4 അല്ലെങ്കിൽ 3 4 1 എന്ന രീതിയിലാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് 100 ചോദ്യങ്ങളും അവയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും. അപ്പൊ കൃത്യമായി ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിലുള്ള കട്ട് ഓഫ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് SCRT പോർഷൻസും കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. കറണ്ട് അഫയേഴ്സ് ഒന്നും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒന്നുമല്ല. കൃത്യമായി പഠിച്ച ഒരാൾക്ക് കറണ്ട് അഫയേഴ്സ് ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഈ ജില്ലകൾ പ്രതീക്ഷിക്കുക തന്നെ വേണ്ടി വരും. ആളുകളുടെ ഇതനുസരിച്ച് തന്നെ കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കൃത്യമായ കട്ട് ഓഫ് നമ്മൾ ഫൈനൽ ആൻസർ കീ ഒക്കെ വന്ന ശേഷം നമുക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ നടന്ന എല്ലാ LGSന്റെയും ഒരു വിശകലനം നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ നന്നായി എഴുതി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൃത്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്